Yes, fish on. Handcraft. Oh. Andra. Yes, fish on. Yes, fish on. Second fish. Ready to. Yes, fish on. Yes, fish on. Fish on. Fish on, fish on, fish on. അടിപൊളി. Yes, fish on, fish on, fish on, fish on. Yes, fish on. എൻ്റെ പൊന്നടാ. ഓ ഹെവി വന്നു കേട്ടോ. നിങ്ങളിതിൻ്റെ ബാഡ്ജിങ് കേട്ടോ ബാക്കിൽ കാണുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ബാഡ്ജിങ് അല്ല. അതിൻ്റെ പേര് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് കേട്ടോ. അതായത് ഒരു തവളയുടെ ഒരു പടമാണ് മുകളിൽ കൊടുത്തിരുന്നത്. താഴെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന ഒരു പുതിയ ബ്രാൻഡാണ്. വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. എൻ്റെ കൈ കിട്ടിയിട്ടും കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. വരാൽ പിടിക്കാനുള്ളതുണ്ട്, ചെറിയ പിടിക്കാനുള്ള, വാഹ പിടിക്കാനുള്ളതുണ്ട്. ഞാനാണെങ്കിൽ ഈ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഫ്രോ ആണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന പുതിയൊരു ഫ്രോ കേട്ടോ. നല്ല ഭംഗിയുള്ള കവറിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു പച്ചക്കടലാണ് സാധനം സെറ്റ് ആക്കിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഈ ഫ്രോഗിൻ്റെ പേര് പറഞ്ഞാൽ വൂൾഫ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഈ ഫ്രോഗിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഹുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പുള്ള ഹുക്കാണ്, കെയറായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് 4.5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വന്നിരിക്കുന്നതും. അതുപോലെ 8 ഗ്രാംസ് ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഫ്രോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളി ഫ്രോ കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നോണ്ടിരിക്കുന്ന ബ്രാൻഡുകളൊക്കെ പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫ്രോ ആണ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ഫ്രോഗും. അതായത് 2 സെയിം ആണ്. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് 2 കളേഴ്സ് നമ്മൾ എടുത്തതേ ഉള്ളൂ. വൈറ്റും അതുപോലെ ഗ്രീനും. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഗ്രീൻ അല്ല. കുറച്ച് ഇടയ്ക്കാണെങ്കിൽ ഓറഞ്ച് കേട്ടുണ്ട്, പിങ്ക് കേട്ടുണ്ട്, വൈറ്റ് ഉണ്ട്. ഇതിലാണെങ്കിൽ വൈറ്റിൽ ഓറഞ്ച് കളർ വന്നിരിക്കുന്നത് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഏതായാലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ സിവിൽ കണ്ടോ. താഴോട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്ന രണ്ടിനും നിങ്ങൾ നോക്കിയാൽ മതി. വലിക്കുമ്പോൾ കറക്റ്റ് വിളവളാന്ന് പറഞ്ഞ് നേരെ വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതെ നല്ല അടിപൊളി പ്രത്യേക സ്പിന്നർ കേട്ടോ. അതായത് ഒരു കോഴിയുടെ കാല് പോലെ വന്നിരിക്കുന്ന സ്പിന്നർ കേട്ടോ. നിങ്ങൾ നോക്കി നല്ല ആക്ഷൻ ഉണ്ടാവും. ഒരു പ്രത്യേക ഡിസൈനാണ് മേക്ക് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഹുക്ക് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് VMCയുടെ ഹുക്കാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹുക്ക് കേട്ടോ രണ്ടിനും വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രോഗിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി കേട്ടോ. ഞാനത് ഒരുപാട് മീൻ പിടിച്ച ഫ്രോ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും പല്ല് കൊണ്ടതിൻ്റെ പാടോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കി. ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. കാര്യം നല്ല ഫ്രോ ആട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഫ്രണ്ടിലത്തെ സിവിൽ ഉണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള സിവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ അതായത് ചെറുമീൻ പിടിച്ചു. എൻ്റെ വീഡിയോ നമുക്ക് കിട്ടിപ്പോയില്ല. അപ്പോൾ ഇതായാലും ചെറുമീൻ പിടിച്ചിട്ടും കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം ഈ ഹുക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ വെയിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടിനും അങ്ങനെ തന്നെയാണ്, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അകത്താണ് വെയിറ്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കമ്പിയിൽ ഒരു സിവിലിൽ സ്പ്ലിറ്ററിങ് ഇട്ട് അടിപൊളി ആ സ്പിന്നർ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ്. എന്തായാലും നല്ല അടിപൊളി കളറാണ് രണ്ടിനും വന്നിരിക്കുന്നത്. ഇന്തോനേഷ്യ ഹാൻഡ് ഫ്രോഗ് ആണ്. നല്ല അടിപൊളി പെയിൻറ്റും വർക്കാണ് നമ്മുടെ ഈ ഫ്രോഗിനൊക്കെ വരുന്നത്. അപ്പം ഈ ഫ്രോഗുകളുടെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇഷ്ടം വന്നിട്ടുണ്ട്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളും നമ്പറും കാര്യമുള്ള ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ടാണ് മീൻ പിടിക്കാണ്ടി പോകുന്നത്. മീൻ പിടിക്കാണ്ടി പോയാലും മീൻ പിടിച്ചത്. അപ്പോൾ ആ വീട്ടിലേക്ക് നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ, അതെ ബ്രോ, പേര് ആൽബിൻ. യൂട്യൂബിന് ഫിഷിംഗ് കട്ട്സ് എല്ലാം കിട്ടുന്നുണ്ടോ? ആണല്ലേ. അല്ല അല്ല അല്ല, ഇവിടെ ചുമ്മാ ഞങ്ങൾ വരാൽ പിടിക്കാൻ ഇടയ്ക്ക് വരുന്ന. വെള്ളം നല്ല കെട്ട വെള്ളമാണോ. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗ് ജസ്റ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ഇട്ടേക്കുന്നത്. ഒരടി അടിച്ചത് അടിക്കത്തില്ലല്ലോ. ഫിഷ് ഓൺ ഹാൻഡ് ക്രാഫ്റ്റ്. ഓ, അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗിൽ ഇത് ഫസ്റ്റ് മീൻ കേട്ടിട്ടുണ്ട്. വൈറ്റ് കളർ. വൈറ്റ് കളറിലൊന്നും കാര്യമില്ല, വയലിലെ കട്ട കളർ വെള്ളമാണ് ഇവിടെ. ഇതുണ്ടോ, നല്ല കെട്ട വെള്ളമാണ്. അപ്പോൾ കെട്ട വെള്ളത്തിൽ അടിച്ചാണ് കേട്ടോ. അവിടെ ഗ്രിപ്പറുണ്ടോ അതിൽ? ഓക്കെ, ഗ്രിപ്പർ എടുത്തില്ല. ഇതുണ്ടോ, കാണിച്ചു തരാം. ഫ്രോഗ് ഇരുന്നുണ്ടോണേ. ഉണ്ടോ, വൈറ്റ് കളർ ഫ്രോഗ്, നല്ല കിടുക്കാച്ച് ഹുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രൈക്ക് തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറി അടിക്കുമായിരുന്നു. ഇതിൻ്റെ വായിന്ന് അൺഹുക്ക് ചെയ്യാം.
നമ്മുടെ ഫ്രോഗ് തറച്ച് കയറിപ്പോടാ. ഓക്കെ വീടുണ്ട്, എൻ്റെ കൈ മുറിഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ ഫ്രോഗ് ഉണ്ടോ, വൈറ്റ് കളർ ഫ്രോഗ് ഉണ്ടോ, അടിപൊളി ഹുക്കപ്പ് കാണാം. സൂപ്പർ ഹുക്കപ്പ് ഉണ്ട് കേട്ടോ, അടിപൊളി നല്ല സാധനം അവർ ഇറക്കിയേക്കുന്നത്. നല്ല തീർ ഹുക്കപ്പും ഉണ്ട്, ചോരയാണ് ഫുള്ള് ചോരയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടി ഒരാളെ കണ്ടോ. അവിടെ നല്ല കിണ്ണം വരാനുള്ള 1/2 കിലോ കൊണ്ടേ കാണും അല്ലേ, 1/2 കിലോ ഐസ് നല്ല കിണ്ണം കാച്ച് വരാൻ നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് ഈ ചെളിവെള്ളം ആയതുകൊണ്ടോ കളർ മാറുമ്പോൾ മീനിൻ്റെയും കളർ മാറൂടാ. ഉണ്ടോ നല്ല അടിപൊളി സൈസ് വരാലുണ്ടോ, ഹെവി സൈസ് വരാല്ലേ. ഓക്കെ പോയി പിടിക്കണം, അടുത്തന്നെ പിടിക്കണം നീയേ. ഓക്കെ നമുക്ക് നമ്മുടെ ഫ്രോഗ് വെച്ചിട്ട് അടുത്ത കാസ്റ്റിലേക്ക് പോകാം. സെയിം ഫ്രോഗ് തന്നെ നമുക്ക് വേണ്ടി 2-3 പിടിച്ചിട്ട് നമുക്ക് മറ്റേ ഫ്രോഗ് എടുത്താം. കണ്ടോ, യെസ് ഫിഷ് ഓൺ, യെസ് ഫിഷ് ഓൺ. സെക്കൻഡ് ഫിഷ് ഓൺ ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ്. ഇല്ല വേണ്ട വരുന്നുണ്ട്. എവിടെ പോകാനായിട്ട് ഇത്ര നല്ല ഹുക്കുള്ള ഫ്രോഗരോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫിൽ വൈറ്റ് കളറിൽ ഇത് 2ാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. യാഹൂ, നമുക്ക് 2ാമത്തെ മീൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വായിന്ന് അൺഹുക്ക് ചെയ്യാം ഫ്രോഗിന്ന്. പിന്നെ ഹുക്കാൻ നോക്കിയോ, നല്ല കിണ്ണം കാച്ച് ഹുക്ക് കേട്ടോ. ഇത്രയും നല്ല ഷാർപ്പ് ഹുക്കും അതിൻ്റെ റബ്ബർ ക്വാളിറ്റിയും വെച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സോഫ്റ്റ് റബ്ബറും നല്ല ക്വാളിറ്റി ഹുക്കും കേട്ടോ വന്നേക്കുന്നത്. ഓക്കെ ഇത് നമുക്കിപ്പോൾ കിട്ടി വരാൽ നല്ല കറുത്ത വരാൽ കേട്ടോ, നല്ല നാടനല്ലടാ, നല്ല കിണ്ണം നാടൻ വരാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പിന്നെ കവർ കയറ്റാം. ഇവിടെ നമുക്ക് സെയിം ഫ്രോ തന്നെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് അടുത്ത ഫ്രോ എടുത്തിടാം കേട്ടോ. ഓക്കെ സെറ്റ്. ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് കൊള്ളാം, നല്ല ഫ്രോ. കല്ലാണ് കാണുന്നത്, കുറച്ച് ഇരിപ്പിട്ടുകൊണ്ട് കുഴപ്പമില്ല. ഷൂ ഒക്കെ ഇട്ടുണ്ടെന്ന് പണി കിട്ടിയത് അങ്ങോട്ട് ആടിയാലോ. സെറ്റ്. മഴക്കാരായാലും മാറ്റുണ്ട് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി ഫുള്ള് പുല്ലാണ്, പാൻ്റെ കിട്ടണമെന്നില്ല, ഫുള്ള് ചൊറിച്ചിലായിരിക്കും. അതെ ഇവിടെ ഒരു മീൻ അടിക്കാനൊരു ചാൻസ് പറയുന്നുണ്ട്. രാവിലെ കിളികളൊക്കെ പറക്കുന്നുണ്ടോ, പുല്ലലൊക്കെ ഇന്നലെയൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ വെള്ളം കാണുന്നുണ്ട്. ഓക്കെ ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് എന്തായാലും കൊള്ളാം, നല്ല ഫ്രോ ആണ്. കാസ്റ്റ് ചെയ്യാം. ഒരാളെ പോയത് ക്ലൗഡൊക്കെ ഉണ്ടോ. ഓ ഒരു മീൻ വെട്ടിയുണ്ടോ, വീണ ചിലപ്പോൾ അടി പൊട്ടും. ഇല്ല യെസ് 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 മീനുണ്ടോടെ. യെസ് നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് മീനെ ഓൺ ഇടുവാ. ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് കേട്ടോ, ഇന്നത്തെ ഫസ്റ്റ് മീൻ കേട്ടോ, നല്ല കറുത്ത നാടൻ വരാൽ. ഓക്കെ ഊരി. ഓക്കെ അവിടെ കിടന്ന് കുറച്ച് നേരം, അവിടെ കിളി പോയി കിടക്കണം കുറച്ച് നേരത്തിന്. ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഓക്കെ റബ്ബറിൽ നിന്ന് കുറച്ച് ഹുക്ക് ഇറങ്ങി നിന്നിട്ട് നമുക്ക് അതൊരു കയറ്റി വെക്കാം. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ്, നല്ല ഹുക്കപ്പ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു മീൻ അടിക്കാൻ ഞാൻ തുടങ്ങുന്നത് ആ ഗ്യാപ്പിൽ നിന്ന്. ഓക്കെ നമ്മുടെ ഫ്രോഗിൻ്റെ ഹുക്കപ്പ് ഇത് നമുക്ക് കിട്ടിയ വരാൽ കാണിച്ചു തരാമേ. ഹെവി ഒന്നുമല്ല, ഇവിടേക്കല്ലേ കേട്ടോ. ഈ സൈസ് ഒന്നും വരാല കേട്ടോ, ഒരു 300 ഗ്രാം 350 ഗ്രാം ആ സൈസ് വരും കേട്ടോ, നല്ല മണം വരാൽ കേട്ടോ. ഓക്കെ നമ്മുടെ വോൾഫ് ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് കൊള്ളാം, നല്ല ഹുക്കപ്പ് കേട്ടോ. ഫ്രോഗിന് ഒറ്റ മീൻ അടിച്ചിട്ട് മിസ്സായിട്ടില്ല, നല്ല രീതിയിൽ കാസ്റ്റിങ്ങും ഉണ്ട്. ഇവിടെ നിന്ന് അടിച്ചു കേട്ടോ, നമുക്കിനി അടുത്ത് നോക്കാൻ കിട്ടുമെന്ന്. ഓക്കെ പോടാ പോടാ പോടാ. ഇതൊരു അടി പൊട്ടും. അടിപൊളി, അടി പൊട്ടുന്ന് പറഞ്ഞടിച്ച് ഹാൻഡ് ക്രാഫ്റ്റ് പറഞ്ഞടിപ്പിച്ച കണ്ടോ, വൈറ്റ് കളർ. നമുക്കിനി ഒരെണ്ണം പിടിച്ച് നമുക്ക് ഈ കളർ മാറ്റിയിട്ട് നമ്മൾ ഗ്രീൻ ഇടാം കേട്ടോ. കണ്ടോ ഹുക്കപ്പ് അയക്കുന്ന കണ്ട, അത് തീർ ഹുക്കപ്പ് അയക്കുന്നത്. ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് കണ്ടോ, സൈസ് വരാല്ലേ, നല്ല ഒരാളാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. തലയെ പിടിച്ചിട്ട് പത്തൊക്കെ ഹുക്ക് അൺഹുക്ക് ചെയ്യേണ്ട, വട്ടം പിടിച്ച് ഇങ്ങനെ വരുന്ന ഒരാളാട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത്. നമ്മുടെ വരാൽ നമ്മുടെ ഫ്രോഗ്, നമുക്ക് ഫ്രോഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മീൻ കണ്ട് അടിക്കുന്നുണ്ട് കൈക്കിട്ട്, കവറിലിടാം. കാര്യം പോയാൽ പോയില്ലേ,
ഓക്കെ, കവറിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വെടിയാനില്ല. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമുക്ക് സെറ്റ് ചെയ്യാം. വൈറ്റ്. ഓക്കെ, പെട്ടെന്ന് വീണിട്ട് കേട്ടോ മീനടിയാണ് ഇരിക്കുന്നത്. ഇത്ര നേരം ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നടാ, ഓ ഹെവി വണ്ണം കേട്ടോ, അടിപൊളി. ഇതിനകത്ത് വെള്ളം പോലില്ല ഗൈസ്, വെള്ളം പോലില്ല, ഓണേ കിടക്കുന്ന സ്ഥലം. ചുമ്മാ നോക്കാണ്ടി വന്നോ വഴികളെ കണ്ടപ്പോഴത്തേനെ. ഇതുണ്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫ് ബാക്കി ചെയ്യുന്നുണ്ടോ, നല്ല വൈറ്റ് ഫ്രോഗ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫ്രോയിൽ 5ാമത്തെ മീനാട്ടോ. ടോട്ടൽ നമുക്കിപ്പോൾ ഇന്നലെ 2 കിട്ടി, ഇന്ന് 3 കിട്ടി കേട്ടോ. ഓക്കെ, നമുക്കാണെങ്കിൽ വായിക്കുന്ന ഹുക്ക് എന്നാണ് ഹുക്ക് ചെയ്യാം. ഇറങ്ങി പോവാണോ ഓരോ പ്രാവശ്യം കട്ടിച്ച് ഇറക്കും കേട്ടോ. ഭയങ്കര ഹുക്കപ്പ് അയക്കുന്നത്. ഓക്കെ, ഹുക്ക് അൺഹുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പായലൊക്കെ വായിന്ന്. ഫ്രോഗ് നമുക്ക് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഓക്കെ, ഫ്രോഗ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹുക്കപ്പുണ്ട്. അട്ടിച്ച കരയിലും കയറും, ബാക്കിക്കകത്തും കയറിപ്പോൾ അത്യാവശ്യം നല്ല വരാലെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. ഇതൊരു 1/2 കിലോ മണ്ടേന്ന് വരാൽ കേട്ടോ. ഇത് കേട്ടോ, നല്ല ഉരുണ്ട് തടിച്ച വരാൽ. ഇവിടെയൊക്കെ വരാലുണ്ടല്ലേ, നല്ല സ്ട്രൈക്ക് വരുന്നു. ഇവിടെ കിടക്കും, 1 മിനിറ്റ് ഒന്നുകൂടെ എറിഞ്ഞ് നോക്കട്ടെ, എന്നിട്ട് ഞാനത് ബാഗിട്ടോളാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് അടി വീണേ ഉണ്ടെങ്കിൽ ഇനി അടിക്കും, വെള്ളം കുറവാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫിൻ്റെ വൈറ്റ് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാവേ. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഗ്രീൻ എടുത്ത് നമുക്ക് ഇടാം കേട്ടോ. ഗ്രീൻ ജസ്റ്റ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് എറിഞ്ഞ് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. കാര്യം രണ്ടും സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കാവേ. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ എനിക്ക് അറിയത്തില്ല. അവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പുണ്ട്, അതെനിക്കൊന്ന് പോത്തിറങ്ങി കിടന്നൊരു കുഴിയാന്ന് തോന്നുന്നു കേട്ടോ. എങ്കിലും മീനുണ്ടെങ്കിൽ അടിക്കും ഉണ്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അയ്യോ, സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. 2 സ്ട്രൈക്ക് കിട്ടി. ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് ഗ്രീൻ കളർ കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു പ്രത്യേക അടിയായിപ്പോയി കേട്ടോ. ഞാൻ വേറെ കണ്ടിട്ട് തെജ് നിന്നപ്പോഴത്തേന് അടിക്കുന്നത്. നല്ല മീനാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അമ്പടാ, നല്ല വരാല. ഒരു വരാല, കുഴപ്പമില്ല, 1/2 കിലോ ആയിരിക്കും. ഓക്കെ, നമ്മുടെ വോൾഫിൻ്റെ ഗ്രീൻ കളർ കേട്ടോ. നമ്മൾ ഗ്രീൻ അങ്ങോട്ട് മാറ്റിയിട്ടതേ ഉള്ളൂ. അന്നേരം അടിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത് ഉണ്ടോ. 1/2 കിലോ ആണുമായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് നൈസായിട്ട് നമ്മുടെ ഫ്രോഗും സെറ്റ് ചെയ്യാം. ഓക്കെ, വോൾഫ് ഗ്രീൻ കളറിൽ നമ്മുടെ ഫസ്റ്റ് മീനാട്ടോ. നമ്മൾ കാസ്റ്റിങ്ങൊന്നും ഇടയ്ക്ക് പോകുന്നില്ലായിരുന്നു, അതിനായിട്ട് പിന്നെ ഇറങ്ങിയപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇത് നമ്മുടെ വരാൽ കണ്ടോ. 1/2 കിലോ ആയിരിക്കും, പക്ഷേ തല ഭയങ്കര വലുതും ദേഹം ചെറുതും കേട്ടോ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ചിലപ്പം ഇനി അടിക്കും. കരി കുഴിക്കാത്ത ഇനിയും മീൻ കാണും. ഓക്കെ, നമ്മൾ ആ മീൻ അടിച്ച തൊട്ടപ്പുറത്തൊരു മീൻ ഈ പെയർ എടുത്തിട്ടുണ്ട്, ടൈറ്റായിരിക്കും. ഓക്കെ, അവിടെ തന്നെ. Fish on. Yes. ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ്. അമ്പട, നല്ല വരാല കേട്ടോ. അമ്പട, സൂപ്പർ വരാൽ. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫ് ഇതേ എൻ്റെ വായിന്ന് തീർച്ചയുണ്ടോ ഒരു കല്ലട. നമ്മുടെ അണ്ടികളി എന്ന് പറയുന്നില്ല, ചെമ്പല്ലി എന്ന് പറയുന്ന സാധനം കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നു മോനെ, ഇതുണ്ടോ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫിന് ഗ്രീൻ കളർ ചെയ്യുന്നുണ്ടോ മീൻ്റെ വായിക്കകത്ത്. നല്ല അടി പൊളി ഹുക്കപ്പ് വായിക്കുന്നേ കേട്ടോ. നമുക്കിത് അൺഹുക്ക് ചെയ്യാം.
ക്യാമറ റെക്കോർഡിംഗ് ആണോ ആവാം. യെസ്, ദേ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് വോൾഫ് ഗ്രീൻ കളർ കേട്ടോ. രണ്ടും അടിപൊളി ഫ്രോ ആണ്, ഒരു രക്ഷയില്ല. ഇതുണ്ടോ വരാൽ പിടിക്കാനായിട്ട് സൂപ്പർ ഫ്രോ കേട്ടോ. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ലോങ് എറിയാൻ പറ്റും. ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. നല്ല ഹുക്കപ്പ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് റബ്ബറാണ്, നല്ല ക്വാളിറ്റി റബ്ബർ കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റും ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കേതായാലും മീനെ കാണിച്ചു തരാവേ. ഉണ്ടോ അര കിലോ മണ്ടേ കാണുമായിരിക്കും. നല്ല അടിപൊളി. ഇതന്നെ ഇതിൻ്റെ തല ഒരു കറുപ്പ് കളർ. ഇതുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കറുത്ത തലയുള്ള വരാലിനെ കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ജനറ്റിക്കലി സംഭവിച്ചതായിരിക്കും അല്ലേ, അറിയത്തില്ല. ഓക്കെ, നല്ല അടിപൊളി നല്ല വെള്ളയും കറുപ്പും നാടൻ വരാൽ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എടുത്ത് ഇവിടെ ബാഗിലേക്ക് ഇട്ടേക്കാം. ഇതാകുമ്പം സേഫ് ആയിരിക്കും, പിടയ്ക്കത്തുമില്ല, പിടച്ചാലും പോകത്തുമില്ല, ചത്തും പോകത്തില്ല, സേഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നോക്കാം മീൻ കിട്ടുമെന്ന്. കാര്യം ഇവിടെയൊക്കെ ഇനിയും മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഗ്രീൻ ഫ്രോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇത് കേട്ടോ നല്ല അടിപൊളി ഒരു നാടൻവരാൽ കിട്ടിയത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ഫ്രോയിൽ 3 എണ്ണം ഫുള്ള് ബ്ലഡ് ഉണ്ട് അവന് മേത്ത് കേട്ടോ. നമുക്ക് ആയാലും ഫ്രോ ഒന്ന് അൺഹൂക്ക് ചെയ്യാം. ഫ്രോഗയിലും ഫുള്ള് ബ്ലഡാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് എന്ന് പറയുന്ന ഗ്രീൻ ഫ്രോ കേട്ടോ. വൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം അവസാനം എല്ലാം കൂടെ. ഓക്കെ, നമുക്ക് ആയാലും ഫ്രോഗിൻ്റെ ചെളി കളയാൻ വേണ്ടി വെള്ളത്തിട്ടേക്കാം. അപ്പോൾ ഇത് നമ്മുടെ കിട്ടിയ വരാൽ കേട്ടോ. ഒരു ഇടത്തരം വരാല, പക്ഷേ നല്ല ഉരുണ്ട വരാല കേട്ടോ. കേട്ടോ നിങ്ങൾ വണ്ണം നോക്കി അതിൻ്റെ നല്ല ഉരുണ്ട് നല്ല തടിച്ച വരാലും കിട്ടണം കേട്ടോ. ഇവിടെ കിടക്കട്ടോ തൽക്കാലം. ഓക്കെ, എങ്കിലും ഞാൻ ഈ റോഡ് വെച്ച് നിങ്ങൾക്ക് ഈ മീനിൻ്റെ ലെങ്ത് ഒന്ന് കാണിക്കാം. ഇതുണ്ടോ ഇത്ര ലെങ്ത് ഉണ്ട്. നമ്മുടെ ഹാൻഡിലിൻ്റെ ബഡിൻ്റെ അടുത്തോട്ട് അടിവശം വരെ അടുത്ത് മീനിൻ്റെ ലെങ്ത് ഉണ്ട് കേട്ടോ. ചിലവർക്ക് വിചാരമുണ്ട് നമ്മളത് ചെറിയ മീനാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കായാലും നോക്കാം മീൻ കിട്ടുമോന്ന്. മീൻ ഈ ഒരു ഭാഗത്തുനിന്ന് അടിച്ച് തെന്നി അടിച്ച് വീണ പോയി. ഫിഷ് ഓൺ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് വൂൾഫ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ തന്നെ. നല്ല അടിപൊളി നാടൻ വരാല കേട്ടോ. നമ്മുടെ 3ാമത്തെ മീനാട്ടോ വൂൾഫായി കിട്ടുന്ന ഗ്രീൻ. 4ാമത്തെ മീനാണ് ഗ്രീനായി കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അവസാനം 2 ഇച്ചിരി ഇടത്തര വന്നേ ഉള്ളൂ. എൻ്റെ വായിന്നൊക്കെ തെറിക്കുന്നുണ്ട് ഗൈസ്. പൊടിമീനാണ് കാര്യം. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട്, പൊടിമീൻ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് നിന്നിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ കിട്ടിയ വരാലിനെ കണ്ടോ, കാണിച്ചു തരാം. ഇത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ വായിന്ന് ഹുക്ക് ഒന്നാണ് ഹുക്ക് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ വൂൾഫ്. ഓക്കെ, ഹാൻഡ് ക്രാഫ്റ്റ് വൂൾഫ് കൊള്ളാം. നല്ല കാസ്റ്റിങ്ങും ഉണ്ട്, അതുപോലെ നല്ല ഹുക്കപ്പും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി വരാൽ. ഇതിനെ നമുക്ക് അവർ തന്നെ കയറ്റിയേക്കാം. ഓക്കെ, പിടച്ച് കഴിഞ്ഞാൽ പോകും. എൻ്റെ കാര്യമുണ്ട്, വരാലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മീൻ. ആദ്യത്തെ മീൻ നല്ല ഹെവിയാണ് ഇന്ന് കിട്ടിയത്. ഓക്കെ, കിടക്കട്ടെ നോക്കാം ഇനി അടിക്കുമെന്ന്. എൻ്റെ അപ്പുറത്തോട്ടൊക്കെ മീൻ ആക്റ്റീവ് ആണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ള് മഴയാണ് കേട്ടോ. മഴ കാരണം കണ്ടത്തിലെല്ലാം ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞ് വെള്ളമെല്ലാം ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞിടക്കും കേട്ടോ. എന്നാൽ നമ്മൾ തിരിച്ച് കയറിപ്പോയി. നമ്മൾ 2 ദിവസമായിട്ട് അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ നമ്മുടെ വൂൾഫിലേക്ക് കേട്ടോ. നല്ല അടിപൊളി ഫ്രോ ആണ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ്. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസും ഒക്കെ ഉണ്ട്, അതുപോലെ നല്ല കളറും നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അതുപോലെ നല്ല അടിപൊളി ഹുക്കപ്പും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഹുക്കപ്പ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ് കേട്ടോ എന്താണെങ്കിലും. അപ്പോൾ നമ്മളെന്താണെങ്കിലും തിരിച്ച് കയറി പോയേക്കുവാണ്. നമുക്ക് അത്യാവശ്യം 2 മീനൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴക്കാർ കയറുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീനെ കേട്ടോ. ഈ ബാഗിന് കിടപ്പുണ്ട്, കാണാൻ പറ്റുമോ ഉണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും അല്ലേ. എന്തായാലും കുറഞ്ഞിരുന്നില്ല, കൈ ഇനി പരി നമ്മൾ തിരിച്ച് കയറി പോയി കേട്ടോ. നമ്മുടെ ഈ ഫ്രോ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ, പക്ഷേ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ കയറി കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ഭംഗിയുള്ള ഫ്രോ. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോ ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇത് കിട്ടുന്ന ഷോപ്പുകളൊക്കെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എവിടെ കിട്ടുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, എന്തൊക്കെയാണ് തപ്പിയിട്ട് ഞാൻ കൃത്യം കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എവിടെയൊക്കെ എനേബിൾ വെക്കുക. നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.
എല്ലാം ഇരുണ്ട് കേട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല തെളിവുണ്ട് കേട്ടോ, ഇങ്ങോട്ട് ഫുള്ള് മഴക്കാറ് കണ്ടോ.